ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് എക്സസൈസ് 4.3 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഫൈൻഡ് ദ നേച്ചർ ഓഫ് ദ റൂട്ട് ഓഫ് ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇഫ് ദ റിയൽ റൂട്ട് എക്സിസ്റ്റ് ഫൈൻഡ് ദം. ഒരു 3 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ 3 ഇക്വേഷൻ്റെയും നേച്ചർ കാണണം. ഇനി റിയൽ റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണുകയും വേണം. അപ്പോൾ ആദ്യത്തെ ഞാൻ എടുത്തു 2x² - 3x + 5. എങ്ങനെയാണ് നേച്ചർ ചെക്ക് ചെയ്യുക? b² ക്വാഡ്രന്റിലെ ഡിസ്ക്രിമിനന്റ് വെച്ചിട്ടാണ് നമ്മൾ നേച്ചർ ചെക്ക് ചെയ്യുക. ഇഫ് b² - 4ac കാണണം. ഓക്കെ, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ കൂടെ, ഇവിടെ എക്സിന്റെ കൂടെ എത്രയാ? -3. അപ്പോൾ -3ന്റെ സ്ക്വയർ. -4a എന്ന് പറഞ്ഞാൽ x² കൂടെ, ദാറ്റ് ഈസ് 2 × cc എന്ന് പറഞ്ഞാൽ 5. -3² മൈനസിന്റെ സ്ക്വയർ കാണുമ്പോൾ പോസിറ്റീവ് ആകും. സോ 9, ഒരു മൈനസ് ഉള്ളൂ. -4 × 2 8 and 8 × 5 40. 9 - 40 we will get that -31. ഇത് ലെസ് ദാൻ 0 ആണ്. ലെസ് ദാൻ 0 വന്നു കഴിഞ്ഞാൽ നോ റിയൽ റൂട്ട് ആണ്. ഓക്കെ, സോ നേച്ചർ ഓഫ് റൂട്ട് എന്ന് പറയുന്നത് b² - 4ac ഗ്രേറ്റർ ദാൻ 0 വരികയാണെന്നുണ്ടെങ്കിൽ 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട് ഉണ്ടാവും. ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ 2 ഈക്വൽ റിയൽ റൂട്ട് ഉണ്ടാവും. ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ നോ റിയൽ റൂട്ടാണ്. സോ ഇവിടെ ലെസ് ദാൻ 0 ആണ് കിട്ടിയത്. സോ ഇതിന് റൂട്ട് ഇല്ല. സെക്കൻഡ് വൺ, 3x² - 4√3x + 4. ഇവിടെ ഞാൻ ഡിസ്ക്രിമിനന്റ് കാണാൻ പോവാണ്. എന്താണ് ഡിസ്ക്രിമിനന്റ്? b² - 4ac. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ കൂടെ, അത് -4√3 ആണ്. ഓക്കെ, ഇനി -4 × a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² കൂടെ, c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ്. ഇനി മൈനസിന്റെ സ്ക്വയർ കാണുമ്പോൾ അത് പോസിറ്റീവ് ആവും. 4ന്റെ സ്ക്വയർ 16 ആണ്. √3ന്റെ സ്ക്വയർ 3 ആണ്. എങ്ങനെയാ? 4ന്റെ സ്ക്വയർ 16 ആണ്. √3 സ്ക്വയർ 3 ആണ്. -4 × 4 16 × 3. നോക്കിയാ, 16 × 3 -16 × 3 0 അല്ലേ? 16 × 3 -16 × 3. 16 × 3 ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടും. 16 × 3 ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടും. അത് രണ്ടും മൈനസ് ചെയ്യുക. സോ ആൻസർ ഈസ് 0. 0 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഈക്വൽ റിയൽ റൂട്ടാണ്. 2 ഈക്വൽ റിയൽ റൂട്ടാണ്. അപ്പോൾ അത് കാണാൻ പോവാണ്. x = -b ± √b² - 4ac/2a. ഇനി ഇതിൽ ഞാൻ വാല്യൂ കൊടുക്കുകയാണ് കേട്ടോ. മൈനസ് ആദ്യ ഇക്വേഷനുള്ള മൈനസ് ഇട്ടു. ഇനി ബി എന്താ? ബിക്ക് ഓൾറെഡി മൈനസ് വീണ്ടും ഉണ്ട്. അപ്പോൾ -4√3 ± b² - 4ac നമ്മൾ കണ്ടു എന്താ? 0 / 2 × a. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. 2 നെഗറ്റീവ് ആർ ടുഗദർ ഇറ്റ് ബിക്കം പോസിറ്റീവ്. അപ്പോൾ ഇത് പോസിറ്റീവായി. അപ്പോൾ 4√3 ± 0 ഇനി വേണ്ട, 0 0 ആണ്, അതുകൊണ്ട് അത് വിട്ടു. 2 × 3 6. ഓക്കെ, അപ്പോൾ 4√3 / 6 കിട്ടും. നമുക്കൊന്ന് ചെറുതാക്കാം. 4നെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. 6നെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. ഇനി ഈ 3യെ ഒരു നമ്പറിനെ അതിന്റെ റൂട്ടിന്റെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ 3യെ നമുക്ക് √3 × √3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ മേലെന്ന് √3യും താഴ്ന്ന √3 എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. അപ്പോൾ 2/√3. ഓക്കെ, രണ്ട് ആൻസറും ഈക്വൽ ആയിരിക്കും. അപ്പോൾ 2/√3 2/√3. ഇതാണ് ഇതിന്റെ റൂട്ടുകൾ വരുന്നത്. ഇനി മൂന്നാമത്തത് 2x² - 6x + 3. b² - 4ac കാണാം. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -6ന്റെ സ്ക്വയർ, -4 × a 2 ആണ്, c 3 ആണ്. -6ന്റെ സ്ക്വയർ എത്രയാ? 36. -4 × 2 8 8 × 3 24. 36 24 പോയാൽ ബാക്കി 12 കിട്ടും. സോ റൂട്ട് 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ടാണ്. 2 വ്യത്യസ്ത റിയൽ റൂട്ടുകളാണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 0 അല്ലേ? ഗ്രേറ്റർ ദാൻ 0 വന്നു കഴിഞ്ഞാൽ 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ടാണ്. രണ്ടും വ്യത്യസ്ത നമ്പറുകളായിരിക്കും. സോ നമുക്ക് കാണാം -b ± √b² - 4ac വാല്യൂ കൊടുത്തു. ബിയുടെ വാല്യൂ -6. അപ്പോൾ വീണ്ടും -6 ± √12 / 2 × 2 a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. രണ്ട് നെഗറ്റീവ് അടുപ്പിച്ച് വരുമ്പോൾ പോസിറ്റീവ് ആവും. അപ്പോൾ 6 ± 12നെ ഞാൻ എന്താക്കി? 4 × 3 എന്നാക്കി. 12നെ എന്താക്കി? 4 × 3. ഇനി 4നെ റൂട്ടിന്റെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്താവും? 2 ആവും. അപ്പോൾ 6 + 2√3/4 സ്പ്ലിറ്റ് ചെയ്തു. 6 + 2√3/4 അല്ലെങ്കിൽ 6 - 2√3/4. ഇതാണ് എക്സിന്റെ വാല്യൂ വരുന്നത്. ഇതിനെ നമുക്കൊന്ന് ചെറുതാക്കാം. ഇതിൽ രണ്ടിലും 2നെ ഞാൻ പുറത്തെടുത്തു. 6ന്ന് 2 പോന്നാൽ ബാക്കി 3 ഉണ്ടാവും. ഇവിടുന്ന് 2 പോയാൽ ബാക്കി √3. ഇവിടെ അതേപോലെ തന്നെ 6ന്ന് 2നെ പുറത്തെടുത്താൽ ബാക്കി 3. 6/2 3. ഇവിടുന്ന് 2 പോന്നു. ഇനി ഈ 2ഉം 4ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 2 കിട്ടും. 2ഉം 4ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 2 കിട്ടും.
അപ്പോൾ 3+√3/2 അല്ലെങ്കിൽ 3-√3/2 ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ വരുന്നത്. 3+√3/2 അല്ലെങ്കിൽ 3-√3/2. അപ്പം നേച്ചർ ഓർത്തിരുന്നോളാം, b² - 4ac കാണണം. b² - 4ac = 0 ആണെങ്കിൽ ഈക്വൽ റിയൽ റൂട്ട്, b² - 4ac <0 ആണെന്നുണ്ടെങ്കിൽ 0നേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ നോ റിയൽ റൂട്ട്, b² - 4ac <0 ആണെന്നുണ്ടെങ്കിൽ 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്.